കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ ഡിജിപിക്ക് പരാതി നൽകി LDF കൺവീനർ ഇ പി ജയരാജൻ. തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ഇപിയുടെ പരാതി. നേരത്തെ 3 പേർക്കുമെതിരെ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അശ്വിൻ ഡിയാഗോണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, നേരത്തെ തന്നെ ഈ 3 പേർക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് അയച്ചിരുന്നത്. ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇ പി ഇപ്പോൾ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് LDF കൺവീനർ ഇ പി ജയരാജൻ DGPക്ക് പരാതി നൽകിയത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇപിയുടെ പരാതി. നേരത്തെ ഈ 3 പേർക്കും ഇ പി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ വക്കീൽ നോട്ടീസിൽ അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും, മാത്രമല്ല 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു അദ്ദേഹം ഈ ഒരു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ നോട്ടീസിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനുമാണ് ഇത്തരം വിവാദങ്ങൾ എന്ന നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. ഈ കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപിക്കെതിരെ ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം മൂവർക്കെതിരെയും നോട്ടീസ് നൽകിയതും ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നതും. ശരി, തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3 പേർക്കുമെതിരെ DGPക്ക് ഇ പി ജയരാജൻ പരാതി നൽകിയിരിക്കുന്നത്. അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്.